നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അസമിലെ പ്രളയക്കെടുതിയിൽ മരണം 95ആയി. ഉത്തരേന്ത്യയിൽ കനത്ത മഴ മുന്നറിയിപ്പ്. യമനിൽ ഹൂതി ആക്രമണം, 30 സൈനികർ കൊല്ലപ്പെട്ടു. UPI ഫീസ് തർക്കത്തിൽ പ്രതിപക്ഷത്തിന് ധനമന്ത്രിയുടെ മറുപടി. ഉപഭോക്താക്കൾക്ക് സേവനം തികച്ചും സൗജന്യമെന്ന് മന്ത്രി. BCCIയിൽ കലാപം, രോഹിത്തിന് വൻ പിന്തുണ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്ത്. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി വ്യാപകമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് അവധി ബാധകമായത്. അങ്കണവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജ് വരെ അവധിയിൽ ഉൾപ്പെടുന്നു. ഇടുക്കി ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. അതേസമയം തൃശൂരിൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ലെന്ന് അധികൃതർ അറിയിച്ചു. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം. നദികളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതും സുരക്ഷിതമായി ഇരിക്കാൻ സഹായിക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത തുടരുന്നതിനാൽ ഈ മാസം 8-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും നിലവിലുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുക, സുരക്ഷിതരായി ഇരിക്കുക. അസമിലെ പ്രളയം രൂക്ഷം. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അടുത്ത 3 ദിവസവും കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പ് തുടരും. ആസമിൽ പ്രളയക്കെടുതി അതീവ ഗുരുതരമായി തുടരുന്നു. സംസ്ഥാനത്ത് പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 95ആയി ഉയർന്നു. 6 മരണങ്ങൾ കൂടി പുതുതായി സ്ഥിരീകരിച്ചതോടെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ ദാരുണമായത്. 14 ജില്ലകളിലായി 1.5 ലക്ഷത്തിലധികം ആളുകളെ പ്രളയം നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 3 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലായി 1,60,000 ആളുകളാണ് പ്രളയക്കെടുതിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. നുമാലിഗണ്ടിൽ ധനശ്രീ നദി അപകടകരമായ നിലയിൽ കരകവിഞ്ഞൊഴുകുന്നു. ബിശ്വനാഥ്, ശിവനഗർ ജില്ലകളിൽ 2 മരണങ്ങൾ വീതവും ഗോലാഘട്ടിലും മൊറിഗാവിലും ഓരോ മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ശിവസാഗറിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത്. ലങ്കിപൂർ, ധേമാജി, കാംരൂപ്, മെട്രോപൊളിറ്റൻ തുടങ്ങിയ നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാണ്. നിലവിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,356 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഉത്തരേന്ത്യയാകെ കനത്ത മഴ ഭീതി വിതയ്ക്കുകയാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 3 ദിവസം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഹിമാലയത്തിന് മുകളിലുള്ള വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്, ഉത്തർപ്രദേശ്, ബീഹാർ മേഖലകളിലെ ചക്രവാതി ചുഴി, ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റ് എന്നിവയാണ് കനത്ത മഴയ്ക്ക് കാരണം. ഡൽഹിയിലെ സംഗം വിഹാർ, ചെങ്കോട്ടെ, ITO എന്നിവിടങ്ങളിൽ കനത്ത വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു. ഒഡീഷ തലസ്ഥാനമായ ഭുവനേശ്വറിൽ 100 മില്ലിമീറ്റർ മഴ പെയ്തതിനെ തുടർന്ന് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നാഗാലാൻഡിൽ ചുമോക്കേഡിമ, പേരൻ ജില്ലകളിലെ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം ഒലിച്ചുപോയി. ഉത്തരാഖണ്ഡിൽ അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകുന്നതോടെ പ്രളയഭീതി ഇരട്ടിച്ചിരിക്കുകയാണ്. ആസം, മേഘാലയ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം. ഉത്തരേന്ത്യയിലും വടക്കൻ സംസ്ഥാനങ്ങളിലും തുടർന്ന കാലവർഷക്കെടുതി ജനജീവിതത്തെ പൂർണ്ണമായും ബാധിച്ചിരിക്കുകയാണ്. പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമ്പോഴും കനത്ത മഴ വരും ദിവസങ്ങളിൽ കൂടുതൽ വെല്ലുവിളി ഉയർത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കിഴക്കൻ യമനിൽ സർക്കാർ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഹൂതികളുടെ ശക്തമായ ആക്രമണം. 30-ലേറെ സൈനികർ കൊല്ലപ്പെട്ടു. കിഴക്കൻ യമനിലെ സർക്കാർ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണ പരമ്പരയിൽ 30-ലധികം സൈനികർ കൊല്ലപ്പെട്ടു. അന്താരാഷ്ട്ര അംഗീകാരമുള്ള യമൻ സർക്കാരിന്റെ കീഴിലുള്ള എമർജൻസി ഫോഴ്സിന്റെ താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ഈ ആക്രമണങ്ങൾ. മാരി പ്രവിശ്യയിലെ അൽ റുവൈഖ്,
ഹദ്രമൌത്ത് പ്രവിശ്യയിലെ അൽ അബ്ര എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിലാണ് വലിയ തോതിൽ ബാലസ്റ്റിക് മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകളും പതിച്ചത്. രാവിലെ ആരംഭിച്ച ആക്രമണം ഉച്ചവരെ തുടർന്നതായും സൈനിക ബാരക്കുകളും ആയുധ ശേഖരങ്ങളും വൻതോതിൽ തകർക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ വഞ്ചനാപരമായ ആക്രമണമാണിതെന്ന് യമൻ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാസ് വിശേഷിപ്പിച്ചു. എന്നാൽ യമൻ സർക്കാരിന് പിന്തുണ നൽകുന്ന സൗദി അറേബ്യൻ സഖ്യസേനയുടെ വൻ സൈനിക വിന്യാസങ്ങളെയും താവളങ്ങളെയുമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സരി അവകാശപ്പെട്ടു. തുടർന്നുള്ള സൈനിക നടപടികൾ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർ ഉടൻ തന്നെ അവിടെ നിന്നും സ്വന്തം വീടുകളിലേക്ക് മടങ്ങണമെന്നാണ് ഹൂതി നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ പ്രദേശത്ത് വലിയ തോതിലുള്ള സംഘർഷ സാധ്യതയും ആശങ്കയും തുടരുകയാണ്. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്തെ UPI ഫീസ് ആശങ്കകൾക്ക് വിരാമം വിട്ട് കേന്ദ്ര സർക്കാർ. വ്യക്തിഗത ഇടപാടുകൾക്കും വ്യാപാരികൾക്ക് പണം നൽകുന്നതിനും ഉപഭോക്താക്കളിൽ നിന്ന് യാതൊരുവിധ ഫീസും ഈടാക്കില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് UPI ചാർജുകളെക്കുറിച്ച് ഉയർന്ന അനിശ്ചിതത്വങ്ങൾക്ക് പൂർണ്ണമായും വിരാമമിട്ടുകൊണ്ട് ഉപഭോക്താക്കൾക്ക് UPI ഇടപാടുകൾ തികച്ചും സൗജന്യമായി തന്നെ തുടരാമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാം പാർലമെന്റിൽ വ്യക്തമാക്കി. പുതിയ ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബില്ലിന്മേൽ പ്രതിപക്ഷമുയർത്തിയ ആശങ്കകൾക്ക് മറുപടി നൽകവെയാണ് വ്യക്തിഗത ബാങ്ക് ടു ബാങ്ക് പണമിടപാടുകൾക്കോ വ്യാപാരികൾക്ക് പണം നൽകുന്നതിനോ ഉപഭോക്താക്കളിൽ നിന്ന് യാതൊരുവിധ ഫീസും ഈടാക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയത്. ഫീസുകൾക്കായി തുക ഈടാക്കുന്നുണ്ടെങ്കിൽ അത് വ്യാപാരികളിൽ നിന്ന് മാത്രമായിരിക്കും ബാധകമാക്കുക. UPI സേവനങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും ഫീസ് ഈടാക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് ഇടയാക്കി സാധാരണക്കാരിലേക്ക് അന്തിമ സാമ്പത്തിക ഭാരം എത്തിക്കുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചെങ്കിലും ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് ധനമന്ത്രി മറുപടി നൽകി. കോടിക്കണക്കിന് വരുന്ന ഡിജിറ്റൽ ഇടപാടുകൾ സുഗമമാക്കാൻ ബാങ്കുകൾക്കും ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ഫിൻടെക് കമ്പനികൾക്കും സർവർ ശേഷിയും സൈബർ സുരക്ഷയും ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അതിനായുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുകയാണ് പുതിയ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. നിയമ ഭേദഗതി പൂർത്തിയാക്കുന്നതോടെ ഫീസ് ഘടനയും നിബന്ധനകളും തീരുമാനിക്കാനുള്ള നിയമപരമായ അധികാരം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൈവരും. ചെറുകിട കച്ചവടക്കാരെ ബാധിക്കാത്ത രീതിയിൽ വലിയ വ്യാപാരികളെ മാത്രം ലക്ഷ്യമിട്ടായിരിക്കും NCPI അന്തിമ മാർഗരേഖ തയ്യാറാക്കുക. ചുരുക്കത്തിൽ ഉപഭോക്താക്കൾക്ക് സേവനം സൗജന്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. രോഹിത് ശർമ്മയുടെ സെഞ്ചുറിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വമ്പൻ ചർച്ചകൾ. BCCIയും സെലക്ഷൻ കമ്മിറ്റിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. 2027 ഏകദിന ലോകകപ്പിനായുള്ള ദീർഘകാല പദ്ധതികളിൽ രോഹിത് ശർമ്മയ്ക്ക് ഇടമില്ലെന്ന നിലപാടായിരുന്നു സെലക്ഷൻ കമ്മിറ്റി. ഇംഗ്ലണ്ടിന് എതിരായ 3ാം ഏകദിനം അദ്ദേഹത്തിന്റെ അവസാന ഏകദിന മത്സരമാകുമെന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ വരെ പുറത്തുവന്നു. എന്നാൽ മത്സരം തുടങ്ങാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ BCCI സെക്രട്ടറി ദേവ്ജിത് സൈക്യ നടത്തിയ ഒരു പ്രസ്താവന എല്ലാം മാറ്റിമറിച്ചു. രോഹിത് ഇപ്പോഴും ഇന്ത്യൻ ടീമിന്റെ പദ്ധതികളുടെ പ്രധാന ഭാഗമാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. ഈ പ്രസ്താവന സെലക്ഷൻ കമ്മിറ്റിയുമായി ചർച്ച ചെയ്യാതെയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതാണ് വിവാദത്തിന് തുടക്കമായത്. ഇതിനിടെയാണ് 3ാം ഏകദിനത്തിൽ രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ട് മറുപടി നൽകിയത്. സമ്മർദ്ദം നിറഞ്ഞ മത്സരത്തിൽ നേടിയ തകർപ്പൻ സെഞ്ചുറി വിമർശകർക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാവിയെ ചോദ്യം ചെയ്തവർക്കും ശക്തമായ സന്ദേശമായി. അടുത്ത ലോകകപ്പിലും തനിക്ക് ടീമിനു വേണ്ടി കളിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രകടനത്തിലൂടെ തെളിയിച്ചുവെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. ഈ സംഭവങ്ങൾക്കു പിന്നാലെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകകപ്പ് വരെ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടുമെന്നായിരുന്നു ആദ്യ സൂചനകൾ. എന്നാൽ ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം VVS ലക്ഷ്മണിനെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനാക്കുന്നതും BCCIയുടെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായി. നന്ദി.